السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പ്രസിദ്ധമായ നാമത്തിൽ അറിയപ്പെടുന്ന 4 ആയത്തുകൾ മാത്രമുള്ള അധ്യായത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഇനി മനസ്സിലാക്കുവാനുള്ളത്. ഹിജറക്ക് മുമ്പ് മക്കയിൽ അവതരിച്ചതാണ് എന്ന നിലക്ക് മക്കിയായ സൂറത്തുകളുടെ ഗണത്തിലാണ് ഈ അധ്യായം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന പ്രസിദ്ധമായ പേരിനു പുറമെ സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിലും, അതുപോലെ തന്നെ സൂറത്തു തൗഹീദ് എന്ന പേരിലും, അതുപോലെ തന്നെ സൂറത്തു സ്വമദ് എന്ന പേരിലും, അതുപോലെ സൂറത്തുൽ അസാസ് എന്ന പേരിലും ഈ അധ്യായം അറിയപ്പെടുന്നുണ്ട്. ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഈ അധ്യായത്തിൽ ആ പദം ഒരിടത്തും വന്നതുകൊണ്ടല്ല. പലപ്പോഴും പല സൂറത്തുകളുടെയും നാമങ്ങളിൽ, ആ സൂറത്തുകളിൽ എവിടെയെങ്കിലും നാമത്തിന് നിമിത്തമായ ചില വാചകങ്ങൾ അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും. ഈ അധ്യായത്തിൽ അഥവാ ഈ ആയത്തുകളിൽ എവിടെയും നമുക്കെല്ലാം സുപരിചിതമാണല്ലോ, അൽ ഇഖ്ലാസ് എന്ന പദം വന്നിട്ടില്ല. മറിച്ച് ഇതിൽ പറയുന്ന കൃത്യമായ ആശയം ഒരു മനുഷ്യന്റെ മനസ്സിൽ സർവശക്തനായ നാഥനോടുള്ള കൃത്യമായ ഇഖ്ലാസിനെ പ്രേരിപ്പിക്കുന്ന, ആ സന്ദേശം നൽകുന്ന അധ്യായമാണ് എന്ന നിലക്കാണ്, ഇതിന്റെ ഉള്ളടക്കത്തെ പരിഗണിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന നാമം ഇതിന് പ്രസിദ്ധമായത്. അതുപോലെ തന്നെയാണ് സൂറത്തുൽ അസാസ്, സൂറത്തു തൗഹീദ് എന്നൊക്കെയുള്ള നാമങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്ന അധ്യായമാണല്ലോ ഇത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിത്തറയായ അടിസ്ഥാന സിദ്ധാന്തമാണല്ലോ തൗഹീദ്. അത് വ്യക്തമായി പ്രതിപാദിക്കുന്ന അധ്യായം എന്ന നിലക്ക് സൂറത്തുൽ അസാസ്, അസാസ് എന്ന് പറഞ്ഞാൽ അടിത്തറ എന്നാണ്. തുടക്കത്തെ പരിഗണിച്ചുകൊണ്ട് സൂറത്തു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരും, അല്ലാഹു സമദ് എന്ന റബ്ബിന്റെ ആ പ്രത്യേകമായ സമദ് എന്ന നാമത്തെ പറയുന്ന, അതിലേക്ക് ചേർത്തുകൊണ്ട് സൂറത്തു സമദ് എന്ന പേരിലും, ഇങ്ങനെയുള്ള പേരുകളിലെല്ലാം ഈ അധ്യായം അറിയപ്പെടുന്നുണ്ട്. എന്നാൽ മഷ്ഹൂറായ സുപ്രസിദ്ധമായ ഇതിന്റെ നാമം സൂറത്തുൽ ഇഖ്ലാസ് എന്നതാണ്. ഇനി സഹോദരന്മാരെ, ഇതിന്റെ ശ്രേഷ്ഠതകൾ, ഈ അധ്യായത്തിന് ധാരാളം ശ്രേഷ്ഠതകൾ ഈ അധ്യായത്തിന് മാത്രമായി കൊണ്ടും
ഈ അധ്യായത്തിന്റെ ശേഷം വരുന്ന 113 അധ്യായവുമായ സൂറത്തുൽ ഫലഖിനെയും 114 അവസാനത്തെയും അധ്യായമായ സൂറത്തുൻ നാസിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ചില പ്രത്യേകമായ ശ്രേഷ്ഠതകളും എല്ലാം വിശുദ്ധമായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ സംബന്ധിച്ചും നമ്മൾ ചില കാര്യങ്ങൾ വളരെ സാവകാശം മനസ്സിലാക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നവരാണോ എന്ന ആത്മപരിശോധന ഓരോ വ്യക്തികളും നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ആമുഖമാണ് എനിക്ക് ഈ അവസരത്തിൽ സ്വന്തം നഫ്സിനോടും നിങ്ങളോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു സംഭവമുണ്ട്. രണ്ട് സംഭവങ്ങൾ, സമാനമായ രണ്ട് സംഭവങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസ റജുലൻ അലാ സരിയ, ഒരു യാത്രാ സംഘത്തിന്റെ നേതാവായിക്കൊണ്ട് ഒരാളെ അള്ളാഹുവിന്റെ റസൂൽ നേതൃത്വം നൽകിക്കൊണ്ട് ഒരു രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. വകാന യഖറഉ ലി അസ്ഹാബിഹി ഫീ സ്വലാത്തിഹിം, അദ്ദേഹം അവരുടെ നമസ്കാരങ്ങളിൽ അവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്യും? ഫയഖ്തിബു ബിഖുൽ ഹുവല്ലാഹു അഹദ്, അദ്ദേഹം ഫാത്തിഹയും സൂറത്തുമൊക്കെ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്തുമൊക്കെ ഓതിക്കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യും? ഖുൽ ഹുവല്ലാഹു അഹദ്, ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും അദ്ദേഹം പാരായണം ചെയ്ത് അവസാനിപ്പിക്കും. എപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശീലം. ഫലമ്മാ റജഉ, യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോ ബാക്കിയുള്ള സ്വഹാബിമാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിവരം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ഇപ്രകാരം ചെയ്ത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഈ വിഷയം പറഞ്ഞ ആളുകളോട് പറഞ്ഞു, സലൂഹു, നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ, ലി അയ്യി ശൈഇൻ യസ്നഉ ദാലിക, എന്തിനാ ഇപ്രകാരം ചെയ്യുന്നത്? അഥവാ ഫാത്തിഹയോതും സൂറത്തോതി കഴിഞ്ഞാൽ അദ്ദേഹം റുക്കൂയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യും? സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് പാരായണം ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഒരു പതിവ്. അവ എന്തിനാ ഇത് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കാൻ പറയാണ്. ഫസഅലൂഹു, അവർ അദ്ദേഹത്തോട് പോയിട്ട് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, പരമകാരുണികനായ അഥവാ റഹ്മാനായ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഗുണവിശേഷണങ്ങളെ ആ അധ്യായം ഉൾക്കൊള്ളുന്നു. വഅന ഉഹിബ്ബു അൻ നഖറഅ ബിഹാ, അതുകൊണ്ട് അതെപ്പോഴും അങ്ങനെ പാരായണം ചെയ്യണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എനിക്കെന്തോ അതിനോടൊരു വലിയ ഇഷ്ടം. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പ്രവാചകരോട് മറ്റുള്ളവർ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, അതിന് അംഗീകാരം കൊടുക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, അഖ്ബിറൂഹു, നിങ്ങൾ അദ്ദേഹത്തോട് വിവരമറിയിക്കുവീൻ, അന്നല്ലാഹ തആല യുഹിബ്ബുഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചേക്കൂ. ഇത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 7375 നമ്പറായി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7375 നമ്പർ. ഇനി സഹോദരന്മാരെ, അതേ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും 774 നമ്പറായി വന്ന മറ്റൊരു ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇത് മറ്റൊരു സംഭവമാണ്. കാന റജുലുൻ മിനൽ അൻസാരി യഉമ്മുഹും ഫീ മസ്ജിദി ഖുബാ, അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി ജനങ്ങൾക്ക് ഖുബാ മസ്ജിദിൽ ഇമാമത്ത് നിൽക്കാറുണ്ടായിരുന്നു. ഫകാന കുല്ലമ ഇഫ്തതഹ സൂറ യഖറഉ ബിഹാ ലഹും ഫി الصلاة മിമ്മാ യഖറഉ ബിഹി ഇഫ്തതഹ ബി ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഫറഗ മിൻഹാ ثم يقرأ سورة أخرى معها وكان يصنع ذلك في كل ركعة.
ഇത് ആദ്യം പറഞ്ഞതിന്റെ നേരെ മറ്റൊരു രൂപമാണ് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പതിവ് എന്താണ്? കുല്ലമഫ്തതഹ സൂറ, അദ്ദേഹം എന്ത് ചെയ്യും? ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് പിന്നെ സൂറത്ത് ഓതുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഫാത്തിഹ കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം ഏതാ ഓതുക? സൂറത്തുൽ ഇഖ്ലാസ് ഓതും. സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായി അദ്ദേഹം ഓതിയിട്ട് പിന്നെന്ത് ചെയ്യും? സുമ്മ യഖറഉ സൂറത്തൻ ഉഖ്റാ മഅഹാ, പിന്നെ അദ്ദേഹം വേറെ സൂറത്തും പാരായണം ചെയ്യും. അപ്പൊ എപ്പോഴും പതിവാണ് ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യം ഖുൽ ഹുവല്ലാഹു ഓതും, പിന്നെ എന്താണെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു സൂറത്ത് ഭാഗം ഏതാണെങ്കിൽ അദ്ദേഹം പാരായണം ചെയ്യും. വകാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും അദ്ദേഹം പ്രകാരം ചെയ്യാറുണ്ട്. അഥവാ ഇങ്ങനെ ജഹറാക്കുന്ന നമസ്കാരത്തിന്റെ ഈ ഘട്ടങ്ങളിലൊക്കെ അവർ സ്വഹാബിമാരത് കേൾക്കുകയാണ്. ഫകല്ലമഹു വസ്ഹാബുഹു, അദ്ദേഹത്തിന്റെ ഒപ്പം നിസ്കരിക്കുന്ന അണികളായ ആളുകൾ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ സംസാരമുണ്ടായി. അവർ അദ്ദേഹത്തോട് ആരാഞ്ഞു, ഇന്നക തഫ്തതിഹു ബിഹാദിഹി സൂറ, നിങ്ങൾ ഈ സൂറത്ത് കൊണ്ട് ആരംഭിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് അത് തന്നെ പോരെ, പിന്നെ എന്തിനാ വേറൊരു സൂറത്ത് പാരായണം ചെയ്യുന്നത്? ഫാത്തിഹയ്ക്ക് ശേഷം ഇതാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ പിന്നെ അയ്മ നിർത്തിയാ പോരെ, പിന്നെന്തിനാ വേറെ ഒരു സൂറത്ത് ഓതുന്നത്? ഒന്നുകിൽ നിങ്ങൾ ഈ ഫാത്തിഹയ്ക്ക് ശേഷം ഇത് മാത്രം പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് വതഖറഅ ബി ഉഖ്റ, വേറൊരു സൂറത്ത് പാരായണം ചെയ്യുക, അതല്ലേ വേണ്ടത് എന്ന് ആളുകൾ അദ്ദേഹത്തോട് അന്വേഷിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ അന ബിതാരികിഹാ, ഞാനത് ഒഴിവാക്കാൻ തയ്യാറില്ല. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം, ഞാനത് ഒഴിവാക്കാൻ തയ്യാറില്ല. ഇന്ന ഹബബത്തും, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഇമാമായി നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ നിൽക്കാം, അല്ല വൈൻ കരിഹത്തും, നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ അനിഷ്ടമാണോ, തറക്തുക്കും, ഞാൻ നിങ്ങളെ വിട്ടുപിരിയാം. എന്നാൽ വകാനു യറൗന അന്നഹു മിൻ അഫ്ളലിഹിം, അവർക്കാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ തൽസ്ഥാനത്ത് നിയമിക്കാനും അതല്ലെങ്കിൽ നിർത്താനും അവർക്ക് മനസ്സ് അംഗീകരിക്കുന്നില്ല. കാരണം കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാനായിട്ട് അവർ കാണുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുകയാണ്, വിവരം പറയുകയാണ്. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, യാ ഫുലാൻ, ما يمنعك أن تفعل ما يأمرك به أصحابك وما حملك على لزوم هذه السورة في كل ركعة, എന്താണ് താങ്കളോട് ആളുകൾ കൽപ്പിക്കുന്നത് പോലെ, ആളുകൾ അഭിപ്രായപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്താണ് തടസ്സം? എന്താണ് നിങ്ങൾ എല്ലാ റക്അത്തിലും ഇത് തന്നെ പാരായണം ചെയ്യാൻ എന്താണ് നിങ്ങൾക്കുള്ള പ്രേരകമായ കാര്യം എന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലെ കാര്യം തുറന്നു പറഞ്ഞു. ഒന്നുമില്ല നബിയെ, ഇന്നി ഉഹിബ്ബുഹ, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്. ഖാല, അപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന് റബ്ബിന്റെ വിവരം കിട്ടല്ലേ, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിനക്ക് ആ അധ്യായത്തോടുള്ള സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇത് ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ മറ്റൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. അതും അനസ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ ഖുൽ ഹുവല്ലാഹു അഹദ്, ഞാൻ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഇതിനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, അതിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. ഇത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുമാണ്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ സഹോദരങ്ങളെ മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ആള് ഫാത്തിഹയും സൂറത്തും ഓതും, എന്നാൽ പുറമെ അവസാനിപ്പിക്കുക ഈ സൂറത്ത് കൊണ്ടാണ്. രണ്ടാമത്തെ വ്യക്തിയുടെ കേസിൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഈ സൂറത്തും ഓതും, പിന്നെ വേറെ സൂറയും ഓതും. ഈ രണ്ട് സംഭവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതറിഞ്ഞപ്പോൾ അതിനെ വിരോധിച്ചിട്ടില്ല, അംഗീകാരം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെന്താണ് വിഷയം വരുന്നത്? എന്തേ സഹാബിമാര് പോയിട്ടൊരു കംപ്ലൈന്റ് ആയ രൂപത്തിൽ പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ.
ആ കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു റക്അത്തിൽ ഒരാൾക്ക് 2 റക്അത്ത് 2 സൂറത്ത് ഓതുന്നതിന് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അതല്ല വിഷയം. അത് നേരത്തെ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. നമുക്കിപ്പോൾ ഒരു നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾക്ക് 2 or 3 ഒക്കെ സൂറത്തുകൾ വേണമെങ്കിൽ പാരായണം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൽ അവിടുന്ന് ഒരിക്കൽ സുദീർഘമായി നമസ്കരിച്ചതിനെ സംബന്ധിച്ച് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രസിദ്ധമായ സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെയും കൊണ്ട് നിസ്കാരത്തിന് പുറപ്പെട്ടു. അങ്ങനെ നിസ്കാരം ആരംഭിച്ച് ഫാത്തിഹ കഴിഞ്ഞു, സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. അൽ ബഖറ 2-2.5 ജുസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ റുക്കുവിൽ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആല ഇമ്രാൻ തുടങ്ങണം. അപ്പൊ സഹാബിമാർ വിചാരിച്ചു അങ്ങനെ ഏകദേശം ഇങ്ങനെ എത്തുമ്പോ അപ്പൊ പോ റുക്കുവിൽക്ക്. ആല ഇമ്രാൻ അവസാനം വരെയത് ഫഫ്തതഹ സൂറത്തുൻ നിസാ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൻ നിസാവും പാരായണം ചെയ്തു. ഇതിപ്പോ നമ്മൾ പറയുന്നത് ഒരു ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എത്രയും സൂറത്തുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പാരായണം ചെയ്യാം. അത് സുന്നത്ത് നിസ്കാരത്തിലല്ലേ? സുന്നത്ത് നിസ്കാരത്തിലെ ആ വിധി ഫർള് നിസ്കാരത്തിലും അനുവദനീയമാണ്. നമുക്ക് ആ മസല പറയാനേ ഇപ്പൊ അത് പറ്റുള്ളൂ. നമ്മളാരും അൽ ബഖറ മുഴുവൻ ഓടുന്നത് പോയിട്ട് ഇതൊക്കെ ഒരുങ്ങി തയ്യാറായി കുറച്ച് കൂടുതൽ ഇമാം ഓതുന്നു വിചാരിച്ചു പോയുള്ള നിസ്കാരത്തിലോ തറാവിയിലോ ഒക്കെ പോയി കൂടിയാൽ പോലും കുറച്ച് നമ്മൾ വിചാരിക്കുന്നതിനേക്കാണ് അപ്പുറം ഓതിയാ പിന്നെ അടുത്ത ഈസാണ്ട് പോകില്ല. നമ്മളൊരു മാനസികമായ അവസ്ഥയും ഈമാനികമായ ഒരു ലുൾഫും ആയിട്ടൊക്കെ നമ്മളത് കാണണം. സഹോദരന്മാരെ, മുൻഗാമികളൊക്കെ അങ്ങനെ ഏറെ സുദീർഘമായി നിസ്കരിച്ചവരാണ്. ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നുണ്ട്, എനിക്ക് ഖുർആനിൽ അങ്ങനെ ധാരാളം ഹിഫ്ളൊന്നുമില്ല, എന്നാൽ എനിക്കറിയാവുന്ന അധ്യായങ്ങൾ പാരായണം ചെയ്തുകൂടെ? പാരായണം ചെയ്യാം. ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം ഒക്കെ ഓതിക്കോളൂ. അതൊക്കെ ഈ മസലയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. എങ്കിൽ സഹാബിമാര് പോയിട്ട് കംപ്ലൈന്റ് പറയാൻ മാത്രം ഇവിടെ എന്താ നിമിത്തമുണ്ടായത്? ഇവിടുത്തെ ഇഷ്കാൽ എന്താണ്? ഇവിടുത്തെ പ്രശ്നം, ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾ എന്ത് ചെയ്യുന്നു? മറ്റു സൂറത്ത് ഓതും, അതിന്റെ മുമ്പേ തുടക്കം ഇതുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ കേസിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നുണ്ട്, പക്ഷേ അവസാനിപ്പിക്കതും ഈ സൂറത്ത് കൊണ്ടാണ്. ഇങ്ങനെയായപ്പോ അതെങ്ങനെ പറ്റുക എന്ന ചിന്തയാണ് സഹാബിമാർക്ക് ഉണ്ടായത്. കാരണം അവർക്ക് ദീനിന്റെ കാര്യത്തിൽ വളരെ കണിശതയുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അംഗീകാരം അതിന് കിട്ടിയതോടുകൂടി അത് ജായിസായി, അത് അനുവദിക്കപ്പെട്ട കാര്യമായി. അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലാണ് അത് നമുക്ക് ബാധകമായിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അത് തശ്രീഇന്റെ കാലം എന്നാണ് ആ കാലത്തിന് പറയുക. സമനുത്ത് തശ്രീഇ അഥവാ ഇസ്ലാമിക ശരീഅത്തിന്റെ അഹ്കാമുകള്, വിധിവിലക്കുകളോ ഒക്കെ ഇറങ്ങി പൂർത്തിയായിട്ടില്ല. പ്രവാചക കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ആ കാലഘട്ടത്തിൽ ചില പ്രത്യേകതകളുണ്ട്. അന്ന് ചില ആളുകൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നതും നല്ലതുമായ കാര്യങ്ങൾ, ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? അവയെക്കുറിച്ച് അറിയുമ്പോ അതിൽ സ്ഥിരപ്പെടുത്തേണ്ടത് മാത്രം അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൗനാനുവാദം കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകുകയോ വാചികമായി തന്നെ അംഗീകാരം കൊടുക്കുകയോ ചെയ്യും. നേരെ മറിച്ചും സംഭവിക്കാം. സഹാബിമാർക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ ഒരുമ്പെട്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യും? അത് പാടില്ലാത്തതാണെങ്കിൽ അവിടുന്ന് അത് സ്റ്റോപ്പ്, ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അത് ഏത് കാലത്താണ് മാത്രം ബാധകമായ വിഷയമാണ്? തശ്രീഇന്റെ കാലഘട്ടത്തിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലമാണ് സമനുത്ത് തശ്രീഇ അഥവാ ശറഇന്റെ നിയമങ്ങൾ അവതരിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണ്.
അതുകൊണ്ട് ഈ സഹാബി ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു ചിന്തയില്ലെന്ന്, അദ്ദേഹത്തിന്റെ ഒരു ഇജ്തിഹാദ് അദ്ദേഹം മനസ്സിലാക്കി. ഈ അധ്യായത്തോടുള്ള എനിക്കുള്ള ഇഷ്ടം എങ്ങനെ ഞാൻ പ്രകടിപ്പിക്കണത്? എല്ലാ റക്അത്തിലും ഇത് ഓതുക. ഒരാൾ മനസ്സിലാക്കി തുടക്കത്തിൽ ഓതുക, ഒരാൾ മനസ്സിലാക്കി ഒടുക്കത്തിൽ ഓതുക. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോൾ അതിനെ എതിർക്കാത്തത് കൊണ്ട് രണ്ടും ഇസ്ലാമിക ശരീഅത്തിൽ എന്താണ്? ജായിസാണ്, അനുവദനീയമാണ്. എന്നാൽ മറിച്ച് ചില സംഭവങ്ങളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോ ഒരു സഹാബി ആ നട്ടുച്ച നേരത്ത് അദ്ദേഹം വെയിൽ കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് പള്ളിക്ക് പുറത്ത്. ആരോടും ഒരക്ഷരം ഉണ്ടെന്നില്ല. അപ്പോ ഇങ്ങനെ ഈ രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അദ്ദേഹം അങ്ങനെ പുറത്ത് വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുക? അപ്പോ അന്വേഷിച്ചപ്പോ മനസ്സിലായി മൂപ്പര് നേർച്ച നേർന്നിരിക്കുകയാണ്. എന്താ നേർച്ച? വെയില് കൊള്ളും, അല്ലാ യസ്തളില്ല, തണലത്തേക്ക് നിൽക്കൂല. നോമ്പുകാരനുമാണ്, നോമ്പ് നോറ്റിട്ടുണ്ട്, വെയില് കൊള്ളാനും നേർച്ചയാക്കിയിട്ടുണ്ട്. ഒരു നേർച്ചയായി, രണ്ട് നേർച്ചയായി. മൂന്നാമത്തെ നേർച്ച എന്താ? ഇരിക്കൂലാനും നേർച്ചുണ്ട്. അപ്പൊ വെയില് കൊള്ളാൻ നേർച്ച, നിൽക്കാൻ നേർച്ച, നോമ്പ് നോൽക്കാൻ നേർച്ച. ചില റിപ്പോർട്ടുകൾ മുണ്ടൂലാന്നും കൂടി ഉണ്ട് എന്ന്. ഏതായാലും ഈ വിഷയത്തിൽ വന്ന ഈ റിപ്പോർട്ടിൽ, പ്രസിദ്ധമായ ഈ റിപ്പോർട്ടിൽ ഈ മൂന്ന് നേർച്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിവരം അറിഞ്ഞപ്പോ സഹാബിമാരോട് പറഞ്ഞു, അയാളോട് പറയും തണലത്തേക്ക് കയറിയിരിക്കാൻ പറയും. ഫൽയുത്തിമ്മ സൗമഹു, നോമ്പ് പൂർത്തിയാക്കിക്കോട്ടെ, നോമ്പ് അദ്ദേഹം ചെയ്യട്ടെ, പൂർത്തിയാക്കട്ടെ. തണലത്ത് നിന്ന് മാറിയിട്ട് വെയിൽ കൊള്ളാനൊരു നേർച്ച അങ്ങനെ ഒന്നില്ല. ഫൽയജ്ലിസ്, ഇരിക്കട്ടെ, അദ്ദേഹത്തോട് ഇരിക്കാൻ പറയൂ. നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കുക എന്നൊരു നേർച്ച ഇല്ല. ഇവിടെ ഈ സഹാബിയല്ലത് ചെയ്യുന്നത്. ഈ സഹാബിയുടെ മനസ്സിലുണ്ടായ അദ്ദേഹത്തിന്റെ ഒരു ഇജ്തിഹാദ്, അദ്ദേഹത്തിന്റെ ഒരു ഗവേഷണം, അദ്ദേഹത്തിന്റെ ഒരു ചിന്ത. ആ ചിന്തയിൽ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് കൂടുതൽ കൂലി കിട്ടും. നോമ്പെടുക്കുക, സുന്നത്ത് നോമ്പെടുക്കുക, പട്ടുച്ചക്ക വെയിൽ ഇങ്ങനെ കൊള്ളുക, ഇരിക്കാതെ നിന്ന് അല്ലോം ക്ലേശം സഹിക്കുക, അല്ലോം കൂലി കിട്ടും അയാൾ വിചാരിച്ചു, അദ്ദേഹം വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു അതിൽ പറ്റുന്നത് ഏത്, പറ്റാത്തത് ഏത് എന്നാണ് വേർതിരിച്ചാണ് പറഞ്ഞു കൊടുത്തു. നോമ്പ് പൂർത്തിയാക്കട്ടെ, അത് കറക്റ്റാണ്, അത് സൽക്കർമാണ്. എന്നാൽ നിൽക്കാനൊരു നേർച്ചല്ല, വെയിലുള്ളാനും നേർച്ചല്ല. ഇവിടെ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅ ഇറങ്ങുന്ന കാലാണ്. അവിടെ അവരങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ തോന്നിയത് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ അവര് പ്രതിപത്തിയോടെ വലിയ താല്പര്യത്തോടെ അത് ചെയ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്. സാവകാശം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് വരും. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന സുപ്രസിദ്ധമായ സംഭവമാണല്ലോ, അധിക വിശദീകരണം ആവശ്യമില്ലാതെ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണല്ലോ. പ്രവാചക ഭവനത്തിൽ 3 സഹാബിമാർ കയറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആരാധനാ രീതികളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കടന്നു വന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥലത്തില്ലായിരുന്നു. അവർ ചോദിച്ചറിഞ്ഞു, പ്രവാചകൻ എത്രയാ രാത്രി നിസ്കരിക്കാറുള്ളത്, എങ്ങനെയൊക്കെയാ അവിടുന്ന് നോമ്പിന്റെ സിസ്റ്റം, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിത രീതികൾ എന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ വിശദീകരിച്ചു കൊടുത്തു പല കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഈ 3 സഹാബിമാർക്കും തോന്നി അതൊക്കെ അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ മതി, നമ്മൾ അങ്ങനെ ആയാ പോരാ. എന്നിട്ട് അവരവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു. 3 ആളും 3 തീരുമാനം. അവർക്ക് തോന്നിയൊരു തീരുമാനമാണ്. ഒരാൾ പറഞ്ഞു, നമുക്കറിയാം എന്താ ഒരാൾ പറഞ്ഞത്, ഞാനിനി ജീവിതത്തിൽ രാത്രി ഉറങ്ങേ ചെയ്യൂല, രാത്രി മുഴുവൻ നിസ്കരിക്കും, ഉറങ്ങണ പരിപാടിയില്ല. അദ്ദേഹത്തിന് നല്ലതായി തോന്നി. രണ്ടാമത്തെ ഒരാൾ പറഞ്ഞു, ഞാനിനി എല്ലാ ദിവസവും പകൽ എനിക്ക് നോമ്പായിരിക്കും, നോമ്പില്ലാത്തൊരു ദിവസം, ഒരു ഡേ ഇനി എനിക്ക് കടന്നു പോകില്ല, ഒരു പകൽ എനിക്കുണ്ടാവില്ല. അദ്ദേഹത്തിന് അതാ നല്ലതായി തോന്നിയത്. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാനിനി ഒരിക്കലും വിവാഹം കഴിക്കൂല, അതൊക്കെ ഒരു എന്താണ്, ഒരു പൊല്ലാപ്പാണ്, അതൊക്കെ ഇബാദത്തുകൾക്കും പ്രവർത്തന രംഗത്തുമൊക്കെ നമ്മെ പലപ്പോഴും തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് കൊണ്ട് കൂടുതൽ ടൈം ഇബാദത്തുകൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഇനി ഞാൻ കല്യാണം കഴിക്കണില്ല. അങ്ങനെ നിത്യ
വിവാഹിതനാവാതെ നിത്യബ്രഹ്മചാരിയായി അഥവാ ബാച്ചലറായിട്ട് കഴിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങളും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, വിവരറിഞ്ഞു, വിളിപ്പിച്ചു. നിങ്ങളാണോ ഇങ്ങനെയും 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 ഒക്കെ പറഞ്ഞത്? അതെ. എങ്കിൽ അള്ളാന്റെ റസൂൽ അവിടെ 3 തിരുത്തണം. അപ്പറഞ്ഞ 3 തിരുത്തി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പടച്ചോനെ പേടിയുള്ളയാൾ ഞാനാണ്. അമാന, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. അഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും അന, അള്ളാനെ ഏറ്റവും പേടിയും പടച്ചോനെ ഏറ്റവും സൂക്ഷിച്ചൊക്കെ ജീവിക്കുന്ന മുത്തഖി ഞാനാണ്. അത് പറയാൻ ലോകത്ത് ഏറ്റവും അർഹതപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അത് പറഞ്ഞത്. എന്നാൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, നിസ്കരിക്കാറുമുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് സുന്നത്ത് നോമ്പ് ഉണ്ടാവും, ചിലപ്പോൾ സുന്നത്ത് നോമ്പ് ഉണ്ടാവില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ കുടുംബജീവിതം നയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മാർഗം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നമ്മുടെ അതല്ലെങ്കിൽ എൻ്റെ ഈ ചര്യയോട് ആർക്കെങ്കിലും വിമുഖത തോന്നുന്നുവെങ്കിൽ, വൈമുഖ്യം തോന്നുന്നുവെങ്കിൽ, റഗിബ അൻ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. യഥാർത്ഥത്തിലുള്ള ഇസ്ലാമികമായ പാതയിലല്ല അവനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഇപ്പൊ എവിടുന്നാണ് ഇവർക്കിത് കിട്ടിയത്? എന്തേ ഇവർക്കിതിന് ധൈര്യം? ഒന്നുമല്ല, അവരത് അങ്ങനെയൊക്കെ ചെയ്താൽ വലിയൊരു പുണ്യം കിട്ടിക്കോളും എന്ന വലിയ ഇഖ്ലാസ് കൊണ്ടാണ് അവർ ചെല്ലുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് അത് ശറഅ ഇറങ്ങുന്ന കാലിലെ അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അത് എന്ത് ചെയ്യും? അനുവദിച്ചു കൊടുക്കും. പക്ഷേ അത് അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താ? തശ്രീഇന്റെ കാലഘട്ടത്തിൽ, ശറഅ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ദീന് പൂർത്തിയായിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഫലമായിക്കൊണ്ട്, ഓരോരുത്തരുടെയും ഇഷ്ടത്തിന്റെ ഫലമായിക്കൊണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയുമ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും നല്ലതല്ലാത്ത ചിന്തകളെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിൽ ഒരിക്കൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാക്കിൽ നിന്നൊരാൾ ഉറക്കെയാണ് വിളിച്ചു പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ അത് പറഞ്ഞു ചോദിച്ചു. ആരാ അങ്ങനെ പറഞ്ഞത്? സഹാബി പറഞ്ഞു, ഞാനാ പറഞ്ഞു. 30 മലക്കുകൾ അത് തിരക്കൂട്ടുന്നത് ഞാൻ കണ്ടു. അത് രേഖപ്പെടുത്താൻ വേണ്ടി ആരാണ് ആദ്യം അത് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിന് മത്സരിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കിട്ടിയില്ലേ? പറ്റാത്തൊരു വാക്കാണെങ്കിൽ നബി അവിടെ തന്നെ എന്ത് ചെയ്യും? ഇനി അത് ആവർത്തിക്കരുതെന്ന് പറയും. പറ്റാത്ത ഒന്നാണെങ്കിൽ അത് തിരുത്തി കൊടുക്കും, അത് ആവർത്തിക്കരുതെന്ന് പറയും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഞാനും നിങ്ങളും ചൊല്ലൽ അനിവാര്യമായ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക അല്ലെങ്കിൽ നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബി നബിയികല്ലദീ അർസൽത, ഇത് നിങ്ങളുടെ സംസാരത്തിന്റെ അവസാന വാചകമാക്കണം. അങ്ങനെ നിങ്ങൾ അത് അവസാന വാചകമാകുന്ന നിലക്ക് നിങ്ങൾ ആ രാത്രിയിൽ മരണപ്പെട്ടാൽ മുത്തഅലൽ ഫിത്ര, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള മരണം വരിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, അത് പഠിപ്പിച്ചു കൊടുത്തു. അത് കേട്ട സഹാബി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ അറിയോ? നമ്മളറിയാം ആ ഇനിയിപ്പോ പഠിക്കാനൊന്നാവില്ല, എന്തപ്പത്. അപ്പൊ ഇദ്ദേഹത്തിനത് മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. കേട്ട സഹാബി ആവർത്തിക്കാൻ തുടങ്ങി. നബി തങ്ങളോട് വീണ്ടും കേൾപ്പിച്ചു. ശരിയല്ലേ, കറക്റ്റ് അല്ലേ നബി? ഇനി ഞാൻ പറയട്ടെ. എന്തൊരു ആവേശമാണ് അവർക്ക്. അവര് പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ മോഹിക്കുന്നത്. അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർത്ത് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായി 17 തവണ സുന്നത്തായ നിലക്കുള്ള നിസ്കാരങ്ങളിൽ ധാരാളം തവണ വേറെയും പ്രാർത്ഥിച്ച് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്നിട്ട് നമ്മൾ ആലോചിക്കണം, നമുക്കൊക്കെ ദുആകളോടും ദിക്റുകളോടും ഒക്കെ എത്ര താല്പര്യമുണ്ട്.
അതൊക്കെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പാലിക്കുന്നുണ്ട്, അതിലൊക്കെ എത്ര സൂക്ഷ്മതയുണ്ട് എന്നൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഒരു ആലോചനക്ക്, പരിശോധനക്ക് വിധേയമാകണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്. വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹം ഇത് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചൊല്ലി കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുപോയി, ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബി റസൂലികല്ലദീ അർസൽത. എന്താ ചേഞ്ച് വന്നത്? എന്താ വ്യത്യാസം വന്നത്? ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബി നബിയികല്ലദീ അർസൽത എന്നാണ് പറയേണ്ടിയിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പൊ നബി റസൂലൊക്കെ ഏതാണ്, പ്രശ്നമൊന്നുമല്ലല്ലോ. വബി റസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇടപെട്ടിട്ട് പറഞ്ഞു, ഏയ് വബി റസൂലികല്ലദീ അർസൽത എന്ന് പറയരുത്, വബി നബിയികല്ലദീ അർസൽത എന്ന് തന്നെ എന്ത് ചെയ്യണം, പറയണം. ആ പദത്തിൽ ഒരു ചേഞ്ച് വരുത്തരുത്. സുബ്ഹാനല്ലാഹ്. എന്താണ് സുഹൃത്തുക്കളെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം എന്താണ്? ശറഅ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിർത്തേണ്ടത് നിലനിർത്താനും തിരുത്തപ്പെടേണ്ടത് തിരുത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയത്. അതല്ലാതെ ഈ സഹാബിമാരൊക്കെ തന്നിഷ്ടം പ്രവർത്തിച്ച് മതത്തിൽ ഇഷ്ടം പോലെ ഞങ്ങൾക്കും ഇഷ്ടമുള്ളതൊക്കെ കടത്തിക്കൂട്ടാം, അതിനൊന്നും ഒരു തകരാറുമില്ല എന്ന മെസ്സേജ് ലോകത്തിന് നൽകാനല്ല. ഞാൻ ഇത്രയും സൂചിപ്പിക്കുന്നത്, ഇന്ന് ഈ സംഭവങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് സമൂഹത്തോട്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ലാത്തതും നമുക്ക് വേണമെങ്കിൽ പലതും ചെയ്യാം, നല്ലതാണ് തോന്നുന്ന പലതും നമുക്ക് ദീനിൽ നടപ്പിലാക്കാം, നല്ലതാണെന്ന് തോന്നുന്ന പലതും നമുക്ക് ദീനിയായ നിലയ്ക്ക് തന്നെ പുണ്യമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിർവഹിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമല്ല. എന്താ കാരണം? ഇവിടെ സഹാബിമാര് ചെയ്തില്ലേന്ന്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ലല്ലോ ഇവരൊന്നും ഇങ്ങനെ ചെയ്തത്. അപ്പൊ നബിന്റെ അധ്യാപനം അല്ലെങ്കിലും നമുക്കെന്ത് ചെയ്യാം, നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിലും മതരംഗത്ത് ഇല്ലാത്ത വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രത്യേക നിസ്കാരങ്ങൾ, പ്രത്യേക നോമ്പുകൾ, പ്രത്യേക ദിക്റുകൾ, പ്രത്യേക സ്വലാത്തുകൾ, പ്രത്യേകമായ പുണ്യം പറയൽ, പ്രത്യേകമായ ആചാരങ്ങൾ, പ്രത്യേകമായ അനുഷ്ഠാന കർമ്മങ്ങൾ ഒക്കെ ഇന്ന് സമൂഹത്തിൽ പല രൂപത്തിലും ഇങ്ങനെ പുത്തൻ സമ്പ്രദായങ്ങളായി, ആചാരങ്ങളായി ആളുകളൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പട്ടിക തീർന്നിട്ടില്ല, എണ്ണാൻ കഴിയില്ല. ബിദഅത്തിന്റെ പട്ടിക നിങ്ങളൊന്ന് എണ്ണി നോക്കിയേ, തീരൂല. അതിന് പ്രാദേശികമായി സ്വാധീനങ്ങളുണ്ട്. ഇവിടെ ഉള്ളതാവൂല വേറൊരു നാട്ടില്, അവിടെ ഉള്ളതാവൂല വേറൊരു നാട്ടില്, അവിടെ ഉള്ളതാവൂല മറ്റൊരു നാട്ടിലുള്ളതാവൂല വേറൊരു നാട്ടില്. നാട് മാറുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ബിദഅത്തുകൾ വേറെ രൂപത്തിലുണ്ടാവുക. അതിന്റെ ഡേറ്റ് എന്നാന്ന് ചോദിച്ചാൽ അതിന് ഡേറ്റ് ഉണ്ടാവില്ല. കാരണം വിളക്ക് ഡേറ്റ് ഉണ്ടാവുകയുള്ളൂ, കളക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ഒരു കർഷകനോട് അദ്ദേഹത്തിന്റെ വയലിൽ അദ്ദേഹം എന്നാണ് വിത്തെറിഞ്ഞത്, ഈ നെൽകൃഷിക്കുള്ള വിത്തെറിഞ്ഞത് എന്നാണ് അയാൾ ഞാറ് നട്ടത് എന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിന്റെ കൃത്യമായ ഡേറ്റ് പറയാൻ കഴിയും. അത് ഇത്ര 1-ാം തീയതിയാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം 10-ാം തീയതിയാണ്, അല്ലെങ്കിൽ 15-ാം തീയതിയാണ് ഞാനത് ചെയ്തത് എന്ന് അയാൾക്ക് പറയാൻ കഴിയും. പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ നെൽകൃഷിയുടെ, ആ ഞാറിന്റെ, അല്ലെങ്കിൽ ആ നെല്ലോലകളുടെ, നെൽച്ചെടികളുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് അതിനോടൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ അതിന് ഏറെ തിന്മയും ഷർറുമായി മാറുന്ന, അപകടകരമായി മാറുന്ന കുറെ പാഴ്ചെടികൾ കാണാൻ സാധിക്കും. അതിനാണ് നമ്മുടെ നാടൻ ഭാഷയിൽ കള എന്ന് പറയാം. വിള ഒറിജിനൽ, മറ്റേത് കള. അത് സാധാരണ കർഷകർ എന്ത് ചെയ്യാണ്, പോയിട്ട് ഇങ്ങനെ നന്നാക്കുമ്പോൾ പാടത്ത് പോയിട്ട് അതിങ്ങനെ പറിച്ച് കൊട്ടയിലാക്കി ഒഴിവാക്കലാണ്. വിള അവിടെ തന്നെ നിലനിർത്തും. അപ്പൊ ഒരാളോട് ചോദിക്കുകയാണ്, എന്നേ ഈ കളയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ ആ ഡേറ്റ് ഉണ്ടാവില്ല, അത് എപ്പോഴാ വന്ന് നിറഞ്ഞൂടാ. അങ്ങനെ വന്നു ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് വരുന്നതാണ്. ഇതാണ് സുന്നത്തുകളുടെയും ബിദഅത്തുകളുടെയും അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമികമായ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും വളരെ കൃത്യമായി അതിന് ചരിത്രങ്ങൾ ഉണ്ടാകും, രേഖകൾ ഉണ്ടാകും. എന്നാൽ ബിദഅത്തുകൾ അത് വന്ന കൊല്ലം നോക്കിയാൽ ചിലപ്പോൾ ഏതൊരു കൊല്ലത്ത് അല്ലെങ്കിൽ ഇന്ന കൊല്ലാല്, ഇത്രാം കൊല്ലാല്, ഇന്ന കൊല്ലം 100 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് വളരെ സാവകാശം ചില കാര്യങ്ങൾ
ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പല ആളുകളും ഈ സംഭവങ്ങൾ തെളിവായിട്ടെടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത ദിക്റും സലാത്തും നിസ്കാരവും നോമ്പും കാര്യങ്ങളും ഒക്കെ നമുക്കും ഉണ്ടാക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യങ്ങളായാൽ മതി, അതൊന്നും കുഴപ്പമുള്ളതൊന്നുമല്ല. എന്തേ ഇവിടെ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാത്ത സഹാബിമാര് ചെയ്തില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരത് ചെയ്തു, അള്ളാഹിന്റെ റസൂൽ എന്നവിടെ ഉണ്ട്. തിരുത്തേണ്ടത് തിരുത്താനും നിലനിർത്തേണ്ടത് നിലനിർത്താനും ഉപദേശിക്കാനും ആളുണ്ട് അവിടെ. ഇന്ന് നമുക്കാരാ ഉള്ളത്? ഇഷ്ടം പോലെ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നാൽ ഈ ദീനിന്റെ പട്ടിക ഇനി എന്ന് അവസാനിക്കും? ഈ ദീനിലേക്ക് ഇനിയും ഖിയാമത്ത് നാൾ വരെ ഓരോരുത്തർക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഇനിയും ഇതിലേക്ക് തിരികെ കയറ്റാം എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് സഹോദരങ്ങളെ ഈ നന്മയുടെ പട്ടിക അവസാനിക്കുക? അതിനെന്നാണ് ഒരു വിരാമമുണ്ടാവുക? ഇന്ന് തോന്നാത്ത ഒരു സൽക്കർമ്മം നാളെ ഒരാൾക്ക് തോന്നൂലേ? അയാൾ അതും ഉണ്ടാക്കൂലേ? അപ്പുറത്ത് അതിന്റെ അപ്പുറം ഉണ്ടാക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ മാ ലൈസ മിൻഹു, അതിൽപ്പെടാത്തത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാന്ദർഭികമായി ആ ഒരു കാര്യം കൂടെ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇപ്പോഴും ആ തെറ്റിദ്ധരിപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകത പറയുമ്പോഴാണ് പലപ്പോഴും അത് പറയാറുള്ളത്. പലയിടങ്ങളിലും അത് ഉദ്ധരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാലോ, അപ്പൊ അള്ളാന്റെ റസൂലിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യാന്നുള്ളതിനുള്ള തെളിവാണിത്. അല്ല, അത് കേവലം തെറ്റിദ്ധരിപ്പിക്കലാണ്, അത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, അടുത്തതായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മറ്റൊരു ശ്രേഷ്ഠത നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അഖ്ബൽതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസമിഅ റജുലാ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്. ഖുൽതു വമാ വജബത്? ഖാല അൽ ജന്ന. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒന്നിച്ച് കയറി വന്നു നോക്കുമ്പോ ഒരാള് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നിങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വജബത്ത് എന്ന്. വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ് വജബത്ത്, അയാൾക്ക് നിർബന്ധമായി. വജബത്ത്, നിർബന്ധമായി. ഖുൽതു, ഞാൻ ചോദിച്ചു, വമാ വജബത്ത്, എന്താ നിർബന്ധമായത് അദ്ദേഹത്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ജന്ന. സുബ്ഹാനല്ലാഹ്, അൽ ജന്ന, സ്വർഗം. അയാൾക്ക് സ്വർഗം നിർബന്ധമായി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹം ഒരു ഖുൽ ഹുവല്ലാഹു അഹദാണ് പാരായണം ചെയ്തപ്പോഴേക്ക് അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്ന് പറയാൻ എന്താ കാരണം? അദ്ദേഹം അത് വളരെ ആത്മാർത്ഥമായി അതിലുള്ള തൗഹീദ് അനുഷ്ഠിച്ചുകൊണ്ട് വളരെ കൃത്യമായ വിശ്വാസത്തോടുകൂടെയാണ് അദ്ദേഹം അത് പാരായണം ചെയ്തിരിക്കുന്നത്. ആശയത്തിന് വിരുദ്ധമായതൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല എന്ന നിലക്ക് അള്ളാഹുവിന്റെ വഹി അദ്ദേഹത്തിനാണ് കിട്ടിയത് കൊണ്ടാണെന്ന് പറയുന്നത് വജബത്ത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ ഖുൽ ഹുവല്ലാഹു അഹദാണ് ഓതിയ പിന്നെ സ്വർഗം ഉറപ്പായി എന്നല്ല. അത് അദ്ദേഹത്തിന് അത് സ്വർഗം മുടങ്ങാനുള്ള ഒരു കാരണം അവിടെ ഇല്ല. സ്വർഗം കിട്ടാതിരിക്കാനുള്ള ഒരു ന്യൂനതയും സ്വർഗം കിട്ടാനുള്ള ഒരു ന്യൂനതയും അദ്ദേഹത്തിന്റെ അടുക്കലില്ല. കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളും ഇല്ല അദ്ദേഹത്തിന്. അത് അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ പറയുന്നത്. വജബത്ത്, വജബത്ത് അയ്യൽ ജന്ന, സ്വർഗമുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രത്യേകത, സ്വർഗം അനിവാര്യമാക്കി തരുന്ന, സ്വർഗത്തെ നമുക്ക് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണത്. അതിന്റെ ആശയത്തിന്റെ പവറാണിത്. ഇനിയും നോക്കൂ, അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ സമിഅ റജുലാ, അതേ ഒരാള് മറ്റൊരാൾ ഇങ്ങനെ രാത്രിയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ അധ്യായം ഇങ്ങനെ യുറദ്ദിദുഹാ, അദ്ദേഹം ധാരാളം തവണ
ഈ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നത് മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്, വേറൊന്നും ഓതുന്നില്ല. ഇത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏരം പുലർന്നപ്പോൾ ഇദ്ദേഹം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഒരാളുടെ രാത്രിയിൽ ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ധാരാളം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു എന്താ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. സുലുസുൽ ഖുർആനാണത്. വിശുദ്ധ ഖുർആനിന്റെ 1/3 കിടപിടിക്കും. അത് 1/3 കിടപിടിക്കും. ഞാൻ എൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കേണ്ടെന്ന 3 കുൽവല്ലാഹ് ഒരു ഖത്തം തീർത്ത കൂലിയാണ്. അങ്ങനെയല്ല അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന്റെ മഹത്വമാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ പ്രയാസപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്ത കൂലി എന്തായാലും ഒരാൾ 1 മിനിറ്റ് കൊണ്ട് 3 വട്ടം അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് 3 വട്ടം ഖുൽവല്ലാഹു അത് 3 വട്ടം ഓതിയാൽ കിട്ടുമോ? ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതിന്റെ പ്രാധാന്യം പറയാനാണ്. അങ്ങനെ പ്രാധാന്യവും മഹത്വമൊക്കെ പറയാൻ ഇസ്ലാമിൽ പല കാര്യങ്ങളും ഇതുപോലെ പറയാറുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ഇരുന്നാൽ ചില റിപ്പോർട്ടുകളിൽ കാണുന്നത് പ്രകാരം സൂര്യോദയം വരെ ഇരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോയാൽ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട്. നീ ഹജ്ജിന് വേണ്ട ഉംറക്ക് വേണ്ട ഞാൻ അങ്ങനെ ഇരുന്നിക്കണെന്ന് പറഞ്ഞാൽ മതിയോ? അപ്പോരല്ലോ. ഇത്ര അടിമകളെ മോചിപ്പിച്ച പുണ്യം ഇന്ന ദിക്റിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര അടിമകളെ ഒരു അടിമയെ മോചിപ്പിക്കേണ്ടെന്നൊരു സൽക്കർമ്മത്തിന് അത് പകരാവോ? ആവില്ല. ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജത്തൻ മഴി. റമളാനിൽ ഒരു ഉംറ ചെയ്താൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റമളാനിൽ ഒരു ഉംറക്ക് പോയാൽ മതി, മുത്തുനബിന്റെ കൂടെ ഞാൻ ഹജ്ജ് ചെയ്തിക്കണേ, ഇനി ഹജ്ജ് വേണ്ടാന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും അതിന് പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് ഗ്രഹിക്കുവാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുലുസുൽ ഖുർആൻ ശുദ്ധ ഖുർആന്റെ 1/3 കിടപിടിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്, 7374. ഇനി ബുഖാരിയിൽ തന്നെ 5015 റിപ്പോർട്ടിൽ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു രാത്രിയിൽ ഖുർആൻ 1/3 പാരായണം ചെയ്യാൻ കഴിയുമോ? രാത്രിയിൽ ഖുർആന്റെ 1/3 ഓതാൻ പറ്റുമോ? ഫശഖ്ഖ ദാലിക അലൈഹിം, അവർക്കത് വളരെ പ്രയാസകരമായിട്ട് തോന്നി. വഖാലു, അവർ പറയുകയും ചെയ്തു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്. അവന്റെ റസൂൽ, ഇപ്പം എങ്ങനെ നമുക്ക് ആർക്കാ പറ്റുക 1/3 രാത്രി പാരായണം ചെയ്ത് തീർക്കാറിനാൽ? ഫഖാല അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. അപ്പൊ രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിന് മഹത്വമാണ് പറയുന്നത്. സുലുസുൽ ഖുർആനോട് കിടപിടിക്കും, അത്ര മഹത്വം അതിനുണ്ട്. ഇതൊക്കെ കേട്ടാൽ പിന്നെ നമ്മളിത് ഒഴിവാക്കുമോ? ഇത് കേട്ടാൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇത് നിർവഹിക്കേണ്ടുന്ന വിധത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. പല ഘട്ടങ്ങൾ അതിനു വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മുആദ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അസാബനാ തശ്ശുൻ വദുൽമ فانتظرنا رسول الله صلى الله عليه وسلم يصلي بنا فخرج فأخذ بيدي فقال قل فسكت قال قل قلت ما أقول قال قل هو الله أحد والمعوذتين حين تمسي وحين تصبح 3 تكفك كل يوم. ഡെയിലി പ്രഭാതത്തിലും പ്രദോഷത്തിലുമായിട്ട് 3 തവണ നമ്മളിത് പാരായണം ചെയ്യണം. ഇത് സൂറത്തുൽ ഇഖ്ലാസിന്റെ മാത്രമല്ല, തുടർന്ന് വരുന്ന 2 അധ്യായങ്ങളും കൂടി ചേർത്തിട്ടുള്ള മഹത്വമാണ്. സൂറത്തുൽ ഇഖ്ലാസും പിന്നെ മുഅവ്വദതൈനി എന്ന് പറയുമ്പോൾ പിന്നെ മറ്റേ 2 അധ്യായങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്? ഞങ്ങൾക്കൊരിക്കൽ നല്ല ഇരുട്ട് ബാധിച്ചൊരു ദിവസം, നല്ല ഇരുളാർന്നൊരു ദിവസത്തിൽ അള്ളാന്റെ റസൂലിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ജമാഅത്ത് കാത്തിരിക്കുകയാണ്. നേരം അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് എന്റെ ഇരു കയ്യിലുമെങ്ങ് മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഖുൽ, നീ പറയ്. ഞാനൊന്നും മിണ്ടിയില്ല. വീണ്ടും അള്ളാന്റെ റസൂല് പറഞ്ഞു, ഖുൽ.
അപ്പൊ ഞാൻ ചോദിച്ചു, മാ ഖൂൽ, എന്താ ഞാൻ പറയേണ്ടത്? ഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വദതൈൻ. നീ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായവും അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും നീ പാരായണം ചെയ്തോ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ 3 തവണ പാരായണം ചെയ്തോ. തക്ഫിക കുല്ല യൗം, അത് നിന്റെ ഡെയിലി, നിന്റെ ആ ദിവസത്തിന് മുഴുവനും അത് മതിയാകും. എനിക്കൊരു കാവലാണത്. നമ്മൾ അദ്കാറു സബാഹിൽ പെട്ടതാണ് ഈ സൂറത്തും തൊട്ടു വരുന്ന 2 സൂറത്തും കൂടി 3 വട്ടം ചൊല്ലല്. അദ്കാറു സബാഹ്, അദ്കാറുൽ മസായിലുണ്ട്. എല്ലാവരും അത് നിർവഹിക്കണം. അതേ അവസരത്തിൽ എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വേറുണ്ട്. അതെന്താ? അവിടെ നിന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അമറനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖ്റാ ബിൽ മുഅവ്വിദാതി ദുബറ കുല്ലി സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് മുഅവ്വിദാത്തുകൾ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. ദുബറ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെയും പിറകെ മുഅവ്വിദാത്ത് പാരായണം ചെയ്യാൻ കൽപ്പിച്ചു. അതേതാ? ഖുൽ ഹുവല്ലയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും കൂടി 3 കൂടി ഉൾക്കൊള്ളുമ്പോൾ മുഅവ്വിദാത്ത് എന്ന് പറയും, അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറയും. മുഅവ്വദാത്ത് അല്ലെങ്കിൽ മുഅവ്വദതൈനി എന്ന് പറയും. ഇത് 2 മാത്രമാകുമ്പോൾ 3 കൂടി ആകുമ്പോൾ മുഅവ്വദാത്ത്, അഭയം ചോദിക്കുന്ന. അപ്പൊ ഇത് നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിന്റെ പിറകെയും എന്ത് ചെയ്യണം? ഓരോ തവണ സുന്നത്തുണ്ട്. നമ്മൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, എന്ത് 5 നേരത്തെ നിസ്കാരത്തിന്റെ പിറകെ ഓരോ തവണ സുന്നത്തുണ്ട്, എന്നാൽ പിന്നെ സുബഹിന്റെയും മഗ്രിബിന്റെയും പിറകെ 3 തവണ സുന്നത്തുണ്ട്. അങ്ങനെയല്ല. സുബഹിന്റെ ശേഷം 1 തവണ തന്നെയാണ്, മഗ്രിബിന്റെ ശേഷം 1 തവണ തന്നെയാണ്. അത് 5 നേരത്തെ നിസ്കാരം. അതിന്റെ പുറമേണിത്. അതിന്റെ പുറമെ അദ്കാറു സബാഹ് എന്ന നിലക്ക് 3 തവണ ഇത് പാരായണം ചെയ്യണം. അദ്കാറുൽ മസാ എന്ന നിലക്ക് മഗ്രിബിന്റെ ശേഷം എന്ത് ചെയ്യണം? ഇത് 3 എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അത് നിനക്ക് ഫുൾ ഡേക്കു മതിയാകും. തക്ഫിക കുല്ല യൗം, നിനക്കതൊരു മുഴുവൻ ദിവസത്തേക്ക് മതിയാകും. എന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടുന്ന മാനുഷികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, പൈശാചികമായ ദ്രോഹങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ, അതുപോലെ തന്നെ മറ്റു പലതിൻ്റെയും മനുഷ്യൻ പേടിക്കുന്ന പല കാര്യങ്ങൾക്കും അതൊരു സുരക്ഷയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അവിടുന്ന് അവിടുത്തെ വിരിപ്പിലേക്ക് ചെന്നാൽ 2 കൈകളും കൂട്ടിപ്പിടിക്കും, എന്നിട്ട് അതിൽ ഊതും, എന്നിട്ട് പിന്നെ ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് ആ 2 കൈകൾ കൊണ്ടും മസ്തതാഅ മിൻ ജസദിഹി, ശരീരത്തിൽ മുഴുവൻ തടവും, യബ്ദഉ ബിഹിമാ, 2 കൈകൾ കൊണ്ട് തടവാൻ ആരംഭിക്കുക, അലാ റഅസിഹി, തലയിലാണ്, വവജ്ഹിഹി, മുഖത്തുമാണ്, വമാ ഖബല മിൻ ജസദിഹി, പിന്നെ ശരീരത്തിൽ നിന്ന് അത് സാധികമാവുന്ന സ്ഥലത്തൊക്കെ തടവും. യഫ്അലു ദാലിക 3 മററാത്ത്, 3 തവണ ഇത് ആവർത്തിക്കും. 3 തവണ ഇത് ആവർത്തിക്കും. നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത സഹീഹ് ഹദീസാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അദ്കാറുൻ നൗം എന്ന നിലക്ക് മാത്രമല്ല, ശിഫ ഉദ്ദേശിച്ചുകൊണ്ടും ചൊല്ലിയിട്ടുണ്ട്. രോഗശമനത്തിനൊരു ഔഷധം എന്ന നിലക്ക്, ആ നിലക്ക് മന്ത്രമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അവിടുന്ന് രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ 3 സൂറത്തും പാരായണം ചെയ്തുകൊണ്ട് അവിടുന്ന് ഇത് പാരായണം ചെയ്ത് ഊതാറ് പതിവുണ്ട്. ഫലമ്മാ സഖുല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടുത്തേക്ക് രോഗം കഠിനമായപ്പോ ഞാനാണ് നബിക്ക് വേണ്ടി ഇത് പാരായണം ചെയ്യുകയും ഊതുകയും ചെയ്തിരുന്നത്. എന്നാൽ നബി തങ്ങളുടെ കയ്യിലാണ് ഞാൻ ഊതിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്? പ്രവാചക ശരീരത്തെ തടവിയിരുന്നത്. നിന്റെ കൈ കൊണ്ടല്ല. കാരണം എന്റെ കൈക്കില്ലാത്ത ബറക്കത്താണ് ആരുടെ കൈക്കുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈക്കുള്ളത്. അവിടെ ഓത്ത് ഞാൻ നടത്തും, തടവല് അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? സ്വന്തം ശരീരത്തിൽ തടവി കൊടുക്കും. രോഗം വന്നാലാണ്. അത് അദ്കാറുൻ നൗമല്ല, ഉറങ്ങുമ്പോഴുള്ള ദിക്റല്ല, അത് ശിഫ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രയാസമുള്ള അവസരത്തിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, മറ്റൊരു റിപ്പോർട്ടിൽ ബുഖാരിയിൽ കാണാം, ഫലമ്മസ്തക, നബി അങ്ങനെ ചെയ്യും. നബിക്ക് പ്രയാസമുള്ള വേളയിൽ കാന യഅ്മുറുനി അൻ അഫ്അല ദാലിക ബിഹി, നബിക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ എന്നോട് പറയാറുണ്ട്.
അപ്പൊ സ്വയം ചെയ്യാൻ കഴിയില്ലേ? ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അത് പറഞ്ഞു കൊടുക്കാം, എന്നൊക്കെ ചെയ്തതാന്ന് പറയണം. ഇത് ഈ അധ്യായം അടങ്ങുന്ന ശേഷമുള്ള 2 അധ്യായങ്ങളും ഉൾക്കൊള്ളുന്ന അധ്യായങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം രോഗശിഫ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നിർവഹിച്ചിരുന്ന മന്ത്രമാണ്. അത് നമുക്കിതിന്റെ പ്രത്യേകതയായിക്കൊണ്ട്. അപ്പോ ഈ സൂറത്ത് പാരായണം ചെയ്യല് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം എന്ന നിലക്ക്, ഇബാദത്ത് എന്ന നിലക്കാവാം, അതുപോലെ തന്നെ അദ്കാറുകൾ എന്ന നിലക്ക്, നിസ്കാരത്തിന്റെ ശേഷം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ട് ദിക്റുകൾ എന്ന നിലക്കാവാം. ശിഫ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ റുഖിയ എന്ന നിലക്ക്, മന്ത്രം എന്ന നിലക്കും ഇത് പാരായണം ചെയ്യാം. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ര നമസ്കാരത്തിൽ വിത്ര അവസാനിക്കുമ്പോ ഒന്നാമത്തേയിൽ സബ്ബിഹിസ്മ 3 ആണെങ്കിൽ, രണ്ടാമത്തേയിൽ സൂറത്ത് കാഫിറൂൻ, അവസാനിപ്പിക്കുന്ന ഒറ്റയിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്തിൽ 1-ാം റക്അത്തിൽ കാഫിറൂനയാണെങ്കിൽ 2-ാം റക്അത്തിൽ ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ് ആണ്. മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. തവാഫ് നിർവഹിച്ചു കഴിഞ്ഞാലുള്ള തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ കാഫിറൂനയും 2-ാം റക്അത്തിൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 10 തവണ പാരായണം ചെയ്താൽ സ്വർഗത്തിൽ അവനൊരു മാളിക, ഒരു കൊട്ടാരം അല്ലാഹു പണിയുന്നതാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. പണ്ഡിത ലോകത്ത് പക്ഷേ അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് അത് ലഈഫാണോ സഹീഹാണോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ഒരു വിഭാഗം അതിന്റെ സിഹത്തിനെ സ്ഥിരപ്പെടുത്തുമ്പോൾ വേറൊരു വിഭാഗം അതിൽ ദുർബലതയുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ പുറമെ 20 തവണ ചൊല്ലിയാൽ 30 തവണ ചൊല്ലിയാൽ എന്നൊക്കെയുള്ള റിവായത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയും ചില ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ അവസരത്തിൽ 50 വട്ടം ചൊല്ലിയാൽ 50 കൊല്ലം പാപം പൊറുക്കും എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ലഈഫ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. 200 വട്ടം ചൊല്ലിയാൽ 200 കൊല്ലം പാപം പൊറുക്കും എന്ന് പറയുന്ന ഹദീസുകൾ ലഈഫാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഈ ഹദീസുകളുടെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതിൽ ഈ പറയുന്ന ചിലതിനെ സംബന്ധിച്ച് അഭിപ്രായാന്തരമുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തായിരുന്നാലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരധ്യായത്തിലാണ് നമ്മളുള്ളത്, സൂറത്തുൽ ഇഖ്ലാസ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിൻ്റെ ആശയാർത്ഥ തലങ്ങളിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഗ്രന്ഥത്തെ ശരിയാവണ്ണം സമീപിക്കുവാനും പഠിക്കുവാനും പ്രയോഗത്തിൽ കൊണ്ടുവരുവാനും വിശുദ്ധ ഖുർആനിൻ കൊണ്ടുള്ള നമുക്കുള്ള ബറക്കത്ത് കേവലം തിലാവത്തല്ല, മനഃപ്പാടമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തയും പഠനവും പ്രയോഗവുമാണ്. പഠനം, ചിന്ത, പ്രയോഗം മറക്കരുത്. തിലാവത്ത്, ഹിഫ്ള്, പാരായണം, മനഃപ്പാടമാക്കൽ പോരാ. ഫഹ്മ്, അർത്ഥം ഗ്രഹിക്കണം, തദബ്ബുർ, ചിന്തിക്കണം, അമൽ, പ്രവൃത്തി രംഗത്ത് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അടുത്ത ദിവസങ്ങളിലും അല്ലാതെയും ഒക്കെയായി നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണമേ. അവരുടെ ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് ചേർക്കണമേ. നാഥ, നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.